ഹൃദയപൂർവം അമ്മ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ദൈവശക്തി പൂർണ്ണമായും പ്രകടമായതിൻ്റെ അടയാളമാണ് സ്വർഗം നമുക്ക് സമ്മാനിച്ച അപൂർണതകളില്ലാത്ത ഒരമ്മ. ദൈവശക്തി പ്രകടമായപ്പോൾ നസ്രത്തിലെ കന്യക പുരുഷ സാന്നിധ്യമില്ലാതെ രക്ഷകന് ജന്മം നൽകി. ആടുകളെ മേയിച്ചു നടന്ന ഇടയബാലനായ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് ദൈവശക്തി അവനിൽ നിറഞ്ഞപ്പോഴാണ്. സിംഹക്കുഴിയിലെറിയപ്പെട്ട ദാനിയേലിനെ ഒരു പോറൽ കൊണ്ടുപോലും സിംഹങ്ങൾ ഉപദ്രവിക്കാതെ ദൈവകരം സിംഹങ്ങളുടെ വായടച്ചു. അന്നും ഇന്നും ഈ ദൈവകരം ഉയർത്തപ്പെടുന്നുണ്ട്. എൻ്റെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും മേൽ ഈ ദൈവകരം ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഉയർത്തപ്പെടുന്ന ഈ അനുഗ്രഹം ഏറ്റുവാങ്ങണമെങ്കിൽ എൻ്റെ ആത്മാവിനെയും ജീവിതത്തെയും ഞാൻ ഒരുക്കണം. തുറന്നിരിക്കുന്ന പാത്രത്തിൽ മഴവെള്ളം വന്ന് വീഴുന്നത് പോലെ എന്നിലെ അഹങ്കാരത്തെയും പാപത്തിൻ്റെ മാലിന്യങ്ങളെയുമെല്ലാം എടുത്തു കളഞ്ഞ് ശൂന്യമായ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയെപ്പോലെ എളിയ ഭാവത്തോടെ എൻ്റെ ഹൃദയത്തെ ഒരുക്കി ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെല്ലണം. നമ്മുടെ ബലഹീനതയിൽ അവൻ തൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാക്കും. ദൈവശക്തി നമ്മെ നയിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു സുഹൃത ജപം ആവർത്തിച്ചുരുവിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നത ശക്തിയെ എന്നിൽ വന്ന് നിറയണമേ, അത്യുന്നത ശക്തിയെ എന്നിൽ വന്ന് നിറയണമേ. ഇന്ന് നമുക്ക് ചെയ്യാനൊരു പ്രവൃത്തി. 5 മിനിറ്റ് സമയം സ്വസ്ഥമായി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് എന്നിലെ പാപമാലിന്യങ്ങൾ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.